ജെക്സി തോമസ്, CPM നിലപാട് എന്താണ്? രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നാണോ, അതോ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണോ, അതോ MLA ഇറങ്ങുന്ന രാഹുലിനെ അവിടെ തടയുമെന്നാണോ? ജയ്ക്ക്, എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ ഞാൻ ആമുഖമായി തന്നെ എന്റെ ഭാഗം പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് കേരളം ഇതിനോടകം കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ ഞാൻ മനസ്സിലാക്കുന്നു സംഘപരിവാറെന്നോ വ്യത്യാസമില്ലാതെ അല്പമെങ്കിലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടുള്ള കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളും ഏതു വിധത്തിലാണ് നമ്മളുടെ ചർച്ചയുടെ ഈ പ്രശ്നത്തെ അവർ മുഖവിലേക്ക് എടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ എന്നാണ് പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത്തരമൊരു വിഷയത്തിന്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? ഏത് കേരളത്തിലെ ലക്ഷണമൊത്ത യുവജന പ്രസ്ഥാനത്തിൽ ഒന്നായിട്ട് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടുള്ള പലവിധ വിവരങ്ങൾ നമുക്ക് മുമ്പാകെ ഫണം വിടർത്തി നിൽക്കുന്നുണ്ട്. ആ ഫണം വിടർത്തി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് BJPയോട്, നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾ പ്രജ്വൽ രേവണ്ണയെ നിങ്ങൾ എന്ത് ചെയ്തു? ഇടതുപക്ഷത്തെ മുൻനിർത്തി പറയുന്നു, നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയക്കുന്നു? നിങ്ങൾ കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ M മുകേഷിന്റെ നേർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? അതുകൊണ്ട് തുടക്കത്തിന്റെ ആ ആദ്യഘട്ടത്തിൽ തന്നെ അസാധാരണ ബാലൻസിങ് നടത്തിയിട്ട് ഈ കേസുകെട്ടുകളിൽ അനിതര സാധാരണമായ ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ ചിലപ്പോൾ മൃഗശാലകളിൽ മാത്രം കാണുന്ന മൃഗങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ ഞാൻ എൻട്രോ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് തോന്നുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ അയച്ചു തരാം, അത് കേട്ടിട്ട് പറയൂ. ആരെങ്കിലും പറയുന്ന കേട്ട് പറയല്ലേ? ഏതാണ്? ഞാൻ ചോദിക്കുന്നത് എന്റെ ഇൻട്രോയെ പറ്റിയാണ് താങ്കൾ പരാമർശിക്കുന്നതെങ്കിൽ താങ്കൾ അത് എത്താൻ എന്റെ ഇൻട്രോയെ പറ്റിയാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് അത് കേൾക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം, അത് കേട്ടിട്ട് മൊത്തം കേട്ട് പറയൂ. എനിക്ക് എന്തായാലും ഇപ്പൊ അങ്ങയുടെ ഇൻട്രോ നോക്കി വായിച്ച് അങ്ങയെ വിലയിരുത്തേണ്ട അത്ര ഗതികേട് ഇപ്പൊ എനിക്കില്ല. അപ്പൊ അങ്ങയുടെ ഇൻട്രോയെ കുറിച്ചല്ല അങ്ങ് ബിജെപിയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തുടക്കം മുതൽ തന്നെ ചർച്ചയിൽ BJP പ്രതിനിധിയോട് ചോദിച്ചതിന് പ്രശാന്ത് മറുപടി പറയട്ടെ, അത് ജയ്ക്ക് പറയണോ? പക്ഷേ BJP പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ വന്നിരിക്കുന്ന BJP ആഭിമുഖ്യമുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ കാര്യത്തിനകത്ത് പൊതുകാര്യ പ്രസക്തമായ നിലയിൽ അന്തസ്സുള്ള കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളും ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഭിപ്രായം പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ മുതൽ കൊല്ലം MLA ആയിട്ടുള്ള M മുകേഷിനെ വരെ ഇടവും വലവും ഇരുത്തിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ അർഹതയുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല ജയ്ക്ക്. ഞാൻ പ്രജ്വൽ രേവണ്ണയുടെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവിന്റെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ, യെദ്യൂരപ്പയുടെ പോക്സോ കേസിന്റെ കാര്യം പറയുമ്പോൾ അതിൽ മറുപടി പറയേണ്ടത് എന്താ പ്രശാന്ത് ശിവനല്ലേ? അതെന്തിനാണ് ജയ്ക്ക് ഏറ്റുപിടിക്കുന്നത്? എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ജയ്ക്ക് CPM മറുപടി പറ. എന്റെ ചോദ്യം, രാഹുൽ മങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം നിലപാട് CPM ഉണ്ടോ? അപ്പോ അങ്ങ് CPM മറുപടി പറയാൻ എന്നോട് ആക്രോശിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് പറയൂ. ശരി. 24 ന്യൂസിൽ അങ്ങയുടെ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും ഉപചാരക വൃന്ദത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്താൽ മതി. എന്നോട് എന്ത് മറുപടി പറയണം എന്നുള്ള ഡിക്റ്റേഷൻ അങ്ങ് ദയവ് ചെയ്ത് എന്നോട് നടത്തിയാൽ അത് കയ്യിൽ വെക്കാൻ മറുപടി പറയാൻ പ്രശാന്തിന് അറിയാം. അത് പ്രശാന്ത് പറയും, ജയിക്കേറ്റ് പിടിക്കണ്ടെന്നാ പറയുന്നത്. അല്ല, ഞാൻ എന്ത് ഏറ്റുപിടിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് 24 ന്യൂസിൽ ആങ്കർ. ശരി, എന്നാ പ്രശാന്തിന് മറുപടി താങ്കൾ പറയൂ. അങ്ങനെ ഏറ്റുപിടിക്കേണ്ടാത്ത കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? എന്നാ ഏറ്റുപിടിക്കൂ. എന്താണ് രേവണ്ണയ്ക്ക് വേണ്ടിയും അങ്ങ് ന്യായീകരിക്കും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കാണുന്ന പല ആളുകൾക്കും അറിയാം. എന്താ ജയിക്ക്? ഞാൻ ഒരു രേവണ്ണയ്ക്ക് വേണ്ടി ന്യായീകരിച്ചില്ല. ഞാൻ അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ചാണ്, അങ്ങയുടെ ചോദ്യത്തിൽ തെളിഞ്ഞു വരുന്ന ദുഷ്ടലാക്കിന്റെ ദംഷ്ട്രയെ സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത്. കാരണം എന്താണ്? ലക്ഷണമൊത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാൻ അങ്ങ് പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു. അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് കാണുന്നതിൽ ഒരു സെലക്ടീവ്നെസ് ഇല്ലേ?
അതിലാണ് ലക്ഷണമൊത്ത ദുഷ്ടരാഷ്ട്രീയത്തിന്റെ ദംഷ്ട്രയോട് എന്റെ പൊന്നു ജയിക്ക് എന്തൊക്കെയാ പറയുന്നേ? അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങേക്ക് പൊള്ളലുണ്ടായിട്ട് എന്റെ പൊന്നു ജയിക്ക് എന്തൊക്കെയാ പറയുന്നത്? നിലവിട്ട് എന്തൊക്കെയാ പറയുന്നേ? ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. പ്രജ്വൽ രേവണ്ണ ഒന്നാം തരം വേട്ടക്കാരനാണ്. സുപ്രീം കോടതി കുറ്റക്കാരൻ നടത്തി ജയിലിലേക്ക് അടച്ച വ്യക്തിയാണ്. ഞാൻ BJPയോട് ചോദിക്കുമ്പോൾ എന്തിനാ ജയിക്കിന് പൊള്ളേണ്ട കാര്യം എന്താ? ജയിക്ക് പൊള്ളല്ലേ? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അങ്ങയുടെ ഈ ചോദ്യം മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് അങ്ങ് ആവർത്തിക്കുന്നത്. മനസ്സിലാവുന്നില്ല. അങ്ങയുടെ ഈ ചോദ്യം അങ്ങ് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ആവർത്തിക്കുന്നത്. അങ്ങയുടെ ഈ ചോദ്യം അങ്ങ് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ആവർത്തിക്കുന്നത്. ആങ്കർ എന്ന സൗകര്യം ഉപയോഗിച്ച് അങ്ങ് ഒരു 1000 തവണ ആവർത്തിക്കാനും സാധ്യതയുണ്ട്. കാരണം എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അന്തസ്സും വിവേകവുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചൊഴിയേണ്ട വന്ന മുൻ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ആരോപണത്തിൽ ലോകമെമ്പാടുമുള്ള സകല അധമന്മാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അതിനെ സമീകരിക്കാൻ ശ്രമിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. അത് പറയാനുള്ള എന്താണ് ആർജവത്വം CPM-നുണ്ടോ? എന്റെ ചോദ്യം അതാ. അതിന് മറുപടി പറയൂ പ്ലീസ്. എന്റെ അമ്മോ. അപ്പൊ ഞാൻ അങ്ങ് മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? അത് തുറന്നു കാട്ടപ്പെടുമ്പോൾ അങ്ങേക്ക് പ്രയാസമാണ് അല്ലെ? അങ്ങേക്ക് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അല്ലെ? ഇനി രാജിയിലേക്ക് തന്നെ വരാം. എന്താ രാജിയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, അന്തസ്സും സമൂഹത്തിൽ വിലയുമുള്ള എത്ര മനുഷ്യന്മാർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തെളിവോടുകൂടിയുള്ള പരാതികൾ പുറത്തുവിട്ടു. അപ്പൊ പുറത്തുവിടുമ്പോൾ ചില മാന്യന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടാണ്? ഞാൻ കോൺഗ്രസ് പ്രതിയെ പേരെടുത്തൊന്നും വിമർശിക്കാൻ നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ അനുഭവങ്ങളെങ്കിലും മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്നത് വസ്തുതയെങ്കിൽ മുഖവിലക്കെടുത്ത് സംസാരിക്കാൻ തയ്യാറാകേണ്ടതില്ലേ? എത്രയെത്ര അനുഭവങ്ങൾ ചാറ്റുകളായി, സ്ക്രീൻഷോട്ടുകളായി, ഫോൺ സംഭാഷണങ്ങളായി, പരാതികളായി, വെല്ലുവിളിയോടുകൂടെ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ? എന്താ പ്രസിദ്ധമായിട്ടൊരു ബൈബിൾ വാചകമുണ്ട്, അവനവൻ അളന്നു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ അവനും അളന്ന് കിട്ടപ്പെടുമെന്ന അർത്ഥത്തിൽ വരുന്നത്. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. എന്താണ് പ്രത്യേകത? ഈ മാന്യൻ അങ്ങ് മറക്കാൻ സാധ്യതയില്ലല്ലോ. ഈ മാന്യൻ രാജ്യവിരുദ്ധ കേസിൽ തടവിലാക്കപ്പെട്ട, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട വന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഈ മാന്യന്റെ പ്രതികരണം? പിണറായി വിജയന് മാനമുണ്ടെങ്കിൽ മാനഹാനി കേസ് കൊടുക്കട്ടെ എന്ന് അല്ലെ? സമൂഹത്തിൽ വിലയും അന്തസ്സും സമൂഹത്തിൽ അംഗീകാരവുമുള്ള 1, 2, 3 4, 5, 6 പേർ ഇതിനോടകം പരാതിയായി വന്നു. മാനം കപ്പല് കയറി പോയോ? ഈ നാട്ടിൽ ഇയാളെ അനുകൂലിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന മാന്യന്മാർ അത് കോട്ടിട്ടവരാണെങ്കിലും മുണ്ടെടുത്തവരാണെങ്കിലും ചെറുക്കൻ കീടക്കി തിമിർത്ത് കാലക്കി പറയണ്ടേ? ഇദ്ദേഹത്തിന്റെ പഴയ പ്രതികരണ പ്രകാരം ഇദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി വരെയുള്ളവരോട് മാനമുണ്ടെങ്കിൽ മാനഹാനിക്ക് കേസ് കൊട എന്ന തട്ടിപ്പ് കേസിൽ, ഇന്ത്യ വിരുദ്ധ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു പ്രതിയുടെ മൊഴി എടുത്ത് തലയിൽ ചൂടി നടന്നിരുന്നില്ലേ? എന്തായിരുന്നു? ആ അളവുകോൽ വെച്ചിട്ടൊന്ന് അളന്നാലോ എങ്ങനെ ഇരിക്കും? കോട്ടിട്ട ആളുകളും മുണ്ടുടുത്ത ആളുകളും ന്യായീകരിക്കാൻ വന്നിരിക്കുന്നവരും ആ അളവുകോൽ വെച്ച് ഇദ്ദേഹത്തെ ഒന്ന് അളന്നാൽ എവിടെ പോയിരിക്കും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാജിയെ സംബന്ധിച്ച് അങ്ങ് ആവർത്തി ചോദിച്ചല്ലോ. ഞങ്ങളുടെ ആവശ്യം രാജി മാത്രമല്ല, ഇയാളെ പോലൊരാൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാൻ പാടില്ല, കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അന്തസ്സുണ്ടോ കോൺഗ്രസിന് ആ തീരുമാനമെടുക്കാൻ? എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? പ്രസ്ഥാനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഈ മനോവൈകൃതമുള്ള സെക്ഷൽ പെർവെർട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ജെ തോമസ്, എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട കാര്യം എന്താണ്? അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ? താങ്കൾ ഈ പറഞ്ഞ സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരാൾ രാജിവെക്കണം എന്ന് പറയാൻ അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ? അതോ CPM സംസ്ഥാന സെക്രട്ടറി ആർജവത്തോടെ പറയണോ രാജിവെച്ചിറങ്ങിപ്പോ എന്ന് പറയണോ? ജെ തോമസ്, ഞങ്ങൾ ആർജവത്തോടു കൂടെ തന്നെ പറയുന്നു, ഇയാൾ കേരളത്തിൽ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന, അന്തസ്സുള്ള മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. MLA എന്നല്ല, യൂത്ത് കോൺഗ്രസ് നേതാവെന്നല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇത്തരം മനോവൈകൃതമുള്ള സെക്ഷൽ പെർവർട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയാത്ത എന്താ? അപ്രസക്തമാണ്. ആ ചോദ്യം പോലും അപ്രസക്തമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയാത്ത എന്താ ജയിക്കത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനും അപ്പുറം കടന്നല്ല പറഞ്ഞത്. കേരളത്തിലെ CPIM എന്ന മാത്രം ആവശ്യമല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യം, കേരളമാകെയുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആവശ്യം. ഇയാൾ ഇത് അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ്. അത് അങ്ങനെയാണല്ലോ വിശദീകരിച്ചത്. അങ്ങത് ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹത്തിന്റെ വാചകം അങ്ങ് മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണത്തിൽ അങ്ങ് കേട്ടില്ലേ? അതായിരുന്നില്ല CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു CPIM ആവശ്യം എന്ന നിലയിലല്ല,
ഇതൊരു ഇടതുപക്ഷ ആവശ്യം മാത്രമെന്ന നിലയിലല്ല, കേരളത്തിലെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള അന്തസ്സുള്ള മലയാളികളുടെ അനുഭവങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരാൾ ഇവിടെ ഉണ്ടാകാനേ പാടില്ല. സാമൂഹ്യ പരിഷ്കരണത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഓക്കെ, ഞാൻ പ്രശാന്തിലേക്ക് എത്തുമ്പോൾ രാജീവ് പി നായർ ചുരുങ്ങിയ വാക്കിൽ മറുപടി തങ്ങളുടെ ഊഴമല്ല പ്രശാന്തിന്റെ ഊഴമാണെങ്കിൽ കൂടിയും. രാജീവ് പി നായർ, അപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നിലപാടില്ലാതെ പറഞ്ഞതല്ല, CPM അല്ല പൊതുജനം തന്നെ രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് രാജിവെച്ച് പോകണം എന്നാ പറയുന്നത്. അതുകൊണ്ട് CPM ഒറ്റയ്ക്ക് ആവശ്യം ഉന്നയിക്കുന്നില്ല, നാട് മൊത്തം ആവശ്യപ്പെടുകയാണെന്നാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പ്രതിരോധത്തിലാവേണ്ട ഒരു ചർച്ചയിൽ CPM-ന്റെ പ്രതിരോധത്തിലാവുന്ന കാണുന്നത്. ഇതൊക്കെ എന്ത്? അദ്ദേഹം ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ ഈ ആക്രോശം ഉന്നയിക്കേണ്ട ഞാനായിരുന്നിരിക്കാം. പക്ഷെ ഞങ്ങൾ നൈതികമായൊരു നിലപാടെടുത്തുകൊണ്ടാണ്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ കൊല്ലം MLA ആയിരുന്ന മുകേഷിന്റെ പുറകെ നിങ്ങൾ എത്ര ദൂരം, എറണാകുളം വരെ നിങ്ങൾ കാർ ഓടിച്ച് വന്നില്ലേ? എത്ര ദിവസം ആ വീടിന് മുന്നിൽ കിടന്ന ആ MLA ഒരു വാക്കൊന്നും മിണ്ടാനായിട്ട് ഇല്ലേ? ഈ ഏതെങ്കിലും CPM-ന്റെ നേതാക്കന്മാർക്ക് മിണ്ടാൻ ത്രാണി ഉണ്ടായിരുന്നോ? നിങ്ങൾക്കൊരു ആളുടെ പുറകെ ഓടേണ്ടി വന്നില്ലല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ.